ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണേ. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഫേസ്ബുക്കിലൂടെ വലിയൊരു തട്ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് രണ്ട് വിധത്തിലുണ്ടെന്നുള്ള അറിയാലോ. ഒന്ന് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ പേജ്. ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ എന്നുള്ളത് സുരേഷ് ബാബു എന്നുള്ള പേരിലാണ്, പേജ് സുരേഷ് എന്നുള്ള പേരിൽ. ഇപ്പോഴൊക്കെ നമ്മുടെ പ്രൊഫൈലിലെയും നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും, അറിയാലോ. അതായത് ഇപ്പോൾ പേജ് ആണെങ്കിലും പ്രൊഫൈലാണെങ്കിലും നമുക്കൊന്ന് മണി മേക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഫേസ്ബുക്കിൽ. അതായത് നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിറയെ റീൽസും മറ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഇൻകം യൂട്യൂബ് പോലെ തന്നെ കിട്ടുന്ന ഒരു അവസ്ഥ ഫേസ്ബുക്കിലുണ്ട്. ഇപ്പോൾ എന്തൊരു കാര്യം വരുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ പേജ് സുരേഷ് എന്നുള്ള പേജിൽ നമുക്കിങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം. നോക്കൂ, 24 hours ലെഫ്റ്റ് യു, ഇനി നിങ്ങൾക്ക് 24 മണിക്കൂറും കൂടെ ഈ പേജ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടൊരു വാർണിംഗ് മെസ്സേജ്. ഇത് ഒരു മാസം മുന്നേ വന്നപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ പേടിച്ചു പോകുന്നേ. അതായത് നമ്മളുടെ പേജിൽ എന്തോ ഫേസ്ബുക്കിന്റെ രീതിക്ക് അവരുടെ ഗൈഡൻസ് നിരക്കാത്ത എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ പേജ് ഓപ്പൺ ആയി, കണ്ടോ. വി ആർ റൈറ്റിംഗ് ടു റിക്വയർഡ് അഡീഷണൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് യുവർ യൂസ് ഓഫ് അവർ പ്ലാറ്റ്ഫോം. അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്തുള്ള ഏതൊരു കണ്ടന്റ് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. മറ്റൊരു നീല കളർ ലിങ്ക് വരും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ നമ്മളുടെ പേര് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് ഞാൻ ആകെ ശരിക്കും പേടിച്ചിട്ട് എന്തോ ചാനൽ ഇപ്പോഴാണ് ഒന്ന് 10-30,000 സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുള്ളത്. കുറച്ച് പൈസ അതിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ മെറ്റ, അതായത് ഫേസ്ബുക്കിൻ്റെ മദർ കമ്പനിയായിട്ടുള്ള മെറ്റയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിലൊരു പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ കുറേ നേരം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവമില്ലേ, ഇപ്പോൾ ഈ കണ്ട നോട്ടിഫിക്കേഷനില്ലേ, അത് ആ പേരിലുള്ള ഒരു പേജാണത്. അതായത് ഇപ്പോൾ സുരേഷം എന്നുള്ള പേജാണ്. ആ പേജ് ഇപ്പോൾ ഞാൻ സുരേഷം ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണിക്കുക, സുരേഷം പേജ് ഷെയർഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതുപോലെ ഇവർ ആ പേജിന് ഇട്ടിരിക്കുന്ന പേരാണ് 20 hours ലെഫ്റ്റ് യു വിൽ ബി അണേബിൾ ടു യൂസ് അവർ പ്ലാറ്റ്ഫോം CY. ഇത് അതിൻ്റെ പേര് കൊടുത്തിരിക്കുക. അപ്പോൾ ശരിക്കും ഒരു പേടിക്കാനുള്ള ഒരു കാര്യമുണ്ട്. കൂടുതൽ ഫോളോവേഴ്സൊക്കെ ഉള്ളവർക്കുള്ള ഒരു കാര്യം കേട്ടോ. ഇന്ന് രാവിലെ വന്ന വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്. ശരിക്കും നമുക്ക് മെറ്റയിൽ നിന്ന് വരുന്നൊരു മെസ്സേജ്, അതായത് ഫേസ്ബുക്കിൽ നിന്ന് വരുന്നൊരു മെസ്സേജ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പേജ് ഹെൽപ്പ് സപ്പോർട്ട് സെൻഡ് എ മെസ്സേജ് ടു സുരേഷം എന്ന് പറഞ്ഞിട്ട് ഇതാണ്ടോ, ആ മെറ്റയുടെ സിമ്പിളാണ്. ഞാനിതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് കണ്ടത് ശരിക്കും ഞാൻ പേടിച്ചോട്ടെ, എൻ്റെ പേജിന് എന്തോ പ്രശ്നമായി എന്നുള്ളത്. ഇങ്ങനെ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. കണ്ടോ, യുവർ പേജ് പബ്ലിഷ്ഡ് എ പോസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് കംപ്ലൈ വിത്ത് അവർ പേജ് പോളിസി. പോളിസി വാസ് റീസെന്റ് അപ്ഡേറ്റഡ് ടു ഇൻക്ലൂഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താഴത്ത് കണ്ടോ മെറ്റ സപ്പോർട്ട് ഇൻബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് എങ്ങനെയാണ് വന്നത് കണ്ടോ, കറക്റ്റ് ഗെറ്റ് സപ്പോർട്ട് പറഞ്ഞിട്ട് മെറ്റയുടെ കാര്യം തന്നെയാണ് വരുന്നത്. ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളെടുത്ത് കണ്ടോ കറക്റ്റ് ആ വാട്സപ്പും ഇൻസ്റ്റയും മെറ്റയും എല്ലാം കൂടെ വന്നിട്ട് അതിന് താഴത്ത് കണ്ടോ റിപ്പോർട്ട് നമ്പർ പറഞ്ഞിട്ട് ഇതെങ്ങനെ ഫുൾ നെയിം, ലോഗിൻ, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ ഫോൺ നമ്പർ, ഫേസ്ബുക്ക് പേജ് നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് ഇത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നമ്മളുടെ പാസ്വേഡ്. അപ്പം എനിക്ക് മിന്നി ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ആ പേജ് നോക്കൂ, താഴത്ത് നോക്കൂ, മെറ്റ എന്നുള്ളതിൻ്റെ താഴത്ത് കണ്ടു. ഇതിലൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ഏതിൽ ക്ലിക്ക് ചെയ്താലും എവിടെയും പോവില്ല. സാധാരണ മെറ്റ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ പോകും, അങ്ങനെ പോവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു വറിയും വേണ്ട കേട്ടോ. ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കണ്ടാൽ നിങ്ങളത് ആലോചിച്ചോ, ഇത് വെറും ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് തട്ടിപ്പ് ചെയ്യാണ്. ഒരിക്കലും ഫേസ്ബുക്കിന് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന മെയിൽ ID ഏതാണ്, എൻ്റെ പേജ് എന്താണെന്നുള്ളത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ആ പേജിനാണല്ലോ കംപ്ലൈൻറ്റ് ചെയ്യണത്. ഇപ്പോൾ സുരേഷ് എന്നുള്ള പേജിലെ ഏതോ ഒരു പോസ്റ്റ് കംപ്ലൈൻ്റ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവർ പിന്നെ എൻ്റെ അടുത്ത് എഗെയിൻ എൻ്റെ മൊബൈൽ നമ്പർ എന്താ, എൻ്റെ ഇമെയിൽ ID എന്താ, എൻ്റെ പേജ് എന്താ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇത് എനിക്ക് മനസ്സിലായിട്ടും കൂടെ ഈ ഇത് വന്നപ്പോൾ എനിക്കൊന്ന് വയറന്ന് കാളിയതാ. കാരണം പേജ് പോയോ, ഈശ്വര പ്രശ്നമായോ, നമ്മൾ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളും ചെയ്യണില്ല. ആകെ ചെയ്യുന്നത് ഈ ഇൻഫർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഇത് എന്താണെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതല്ലാതെ ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ, പല വീഡിയോസ് ഷെയർ ചെയ്യണതും, പല സിനിമ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്നവർ, പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഈശ്വര അത് പണി കിട്ടിയോ എന്നുള്ളത്. അറിയാതെ പോയിട്ട് ഇവർ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സംഭവിച്ച എന്താവണമെന്ന് അറിയാമോ, അതും കൂടെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ അതിൽ പാസ്വേഡും കൂടെ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ ഈ സുരേഷം എന്നുള്ള പേജിൻ്റെ അഡ്മിൻ അവരായിട്ട് മാറും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തോന്നിയത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഫോളോവേഴ്സ്, ഇപ്പോൾ 30-32,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും പേർക്കും അതിനോട് കണക്ട് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലും ഏകദേശം 10-12,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇത്രയും ഫോളോവേഴ്സ് അവർക്കാവും. അവർക്ക് തോന്നിയത് പോസ്റ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിലൂടെ വരുന്ന പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രൈറ്റ് കേരളൈറ്റ് പറഞ്ഞൊരു ചാനലുണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നുള്ള അറിയില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് അറിയാൻ പറ്റും. ഈ സ്പേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അദ്ദേഹം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ പറയാൻ, അദ്ദേഹം നല്ല ടെക്നോളജിയിലേക്ക് നന്നായിട്ട് അറിവുള്ള ഒരാളാണ്. അദ്ദേഹവും അങ്ങനെ ഫേസ്ബുക്കിൽ അങ്ങനെ ആക്റ്റീവ് അല്ലാത്ത ഒരാളാട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പണി പറ്റിയത്. പക്ഷെ അദ്ദേഹം തിരിച്ചെടുത്തു. അത്
നമ്മളുടെ പേജിന്റെ അഡ്മിൻ അവരാകുകയാണ്. എന്നിട്ട് അവർ ബാങ്ക് അക്കൗണ്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റും. അവർക്ക് വേണമെങ്കിൽ ഇത്രയും ഫോളോവേഴ്സിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഇത്രയും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ എത്രയോ കാലം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെയാണ്. ഇപ്പോൾ ഈ വീഡിയോ മുന്നിലേക്ക് എത്തിക്കാൻ നമുക്കൊരു 4-5 മണിക്കൂർ വേണം. ചിലർ ചോദിക്കാറുണ്ട് വേറെ പണിയൊന്നും ഇല്ലടാന്ന്. ഇതന്നെ ഒരു പണിയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതും ഒരു ജോലിയാണെന്ന് അറിയാത്തവരാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കി ഇത് എഡിറ്റ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്ത് ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 4-5 മണിക്കൂർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഇതെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരുത്തൻ കയറി തട്ടിപ്പ് ചെയ്തിട്ട് നമ്മളുടെ പേജൊക്കെ മാറ്റുക വളരെ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വിവരം ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്തത്. എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ ഒരു വറിയും വേണ്ട. അത് തട്ടിപ്പാണെന്നുള്ളത് 100% ഉറപ്പാണ് എന്നുള്ളത് എടുത്തു പറയുകയാണ്. അത് പേജാണ്. അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമന്റിൽ ചെയ്യണേ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ. പിന്നെ ഇതിൽ കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ ഒരു സംരംഭമുണ്ട്, sbmatrimony.com. അതിലൊന്ന് കയറി രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഫ്രീ ആണ്. 2023 ഡിസംബർ 31 വരെ മെമ്പർഷിപ്പും ഫ്രീ ആണ്. അതിനുശേഷവും ഈ ഓഫർ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അതിലൊന്ന് രജിസ്റ്റർ ചെയ്യൂ. ഈ വീഡിയോന്റെ അവസാനം അതിന്റെ സൈറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. എന്തായാലും കെട്ടണം. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ അങ്ങോട്ട് കെട്ടിക്കൂടെ? www.sbmatrimony.com. നാം എന്നതിൽ നിന്ന് നമ്മളിലേക്കൊരു ചുവടുവെപ്പ്. എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ്. കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ.